ഇടമറുകിന്റെ 20ാമത്തെ ചരമവാർഷിക ദിനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച നാസ്തിക് നേഷനും ചാർവാകം നാഗേഷിനും മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തട്ടെ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു പ്രഭാഷകനായിട്ടല്ല, ഒരു യുക്തിവാദ പ്രവർത്തകനായിട്ട് പോലുമല്ല, എഴുത്തുകാരനായിട്ടുമല്ല, പക്ഷേ ഒരു മകൻ എന്ന നിലയിലാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ പിതാവ് ജോസഫ് ഇടമറുക. ചിലരുടെ മനുഷ്യജീവിതം അവരുടെ സ്വന്തം ജീവിതകാലത്തേക്കാൾ വലുതായിരിക്കാം. അവർ ജീവിച്ച വർഷങ്ങളെക്കാൾ ദീർഘമായ ഒരു സ്വാധീനം സമൂഹത്തിൽ അവർ അവശേഷിപ്പിക്കും. അവരുടെ മരണം ഒരു ജീവിതത്തിന്റെ അവസാനമാകാം, പക്ഷേ അവരുടെ ആശയങ്ങളുടെ അവസാനമല്ല അത്. ഇടമറുക അതുപോലെ ഒരു മനുഷ്യനായിരുന്നു. കേരളത്തിൽ യുക്തിവാദം എന്ന ആശയം അവതരിക്കപ്പെട്ടിട്ട് ഏറെ കാലം ആയെങ്കിലും പൊതു ഇടങ്ങളിൽ ആ വാക്ക് ഉച്ചരിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത്ഭുതങ്ങളെ ചോദ്യം ചെയ്യുന്നത് അപകടകരമായിരുന്നു. മതാധികാരികളെ വിമർശിക്കുന്നത് സാമൂഹ്യ ബഹിഷ്കരണത്തിന് വഴിവെക്കുമായിരുന്നു. അന്ധവിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നത് സ്വന്തം ജീവിതം തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യമായിരുന്നു. അത്തരമൊരു കാലഘട്ടത്തിലാണ് ജോസഫ് ഇടമറുക തൻ്റെ ശബ്ദം ഉയർത്തിയത്. അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം വെല്ലുവിളിച്ചു, അദ്ദേഹം എഴുതി, അദ്ദേഹം സംസാരിച്ചു, അദ്ദേഹം സംഘടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കാനാവില്ല. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ നേതാവായ ജോസഫ് ഇടമറുകിനെ കുറിച്ച് മാത്രമല്ല, എൻ്റെ അച്ഛനെ കുറിച്ചാണ്. പലരും അദ്ദേഹത്തിൽ നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവിനെ കണ്ടപ്പോൾ ഞാനൊരു പിതാവിനെയാണ് കണ്ടത്. പലരും അദ്ദേഹത്തിൽ ഒരു എഴുത്തുകാരനെ കണ്ടപ്പോൾ ഞാൻ ഒരു സുഹൃത്തിനെയാണ് കണ്ടത്. പലരും അദ്ദേഹത്തിൽ ഒരു ചിന്തകനെ കണ്ടപ്പോൾ ഞാൻ അത്യന്തം സ്നേഹമുള്ള ഒരു മനുഷ്യനെയാണ് കണ്ടത്. എൻ്റെ ബാല്യകാല ഓർമ്മകളിൽ അച്ഛൻ ഒരു സാധാരണ അച്ഛനല്ല. ഞങ്ങളുടെ വീട്ടിൽ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, സംവാദങ്ങൾ ഉണ്ടായിരുന്നു, ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പല വീടുകളിലും കുട്ടികളോട് ഇത് വിശ്വസിക്കൂ എന്ന് പറയാറുണ്ട്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നത് നീ എന്തിനത് വിശ്വസിക്കണം എന്നായിരുന്നു. അത് ഒരു വ്യത്യാസമായിരുന്നു. ഒരു കുട്ടിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം സ്വർണമോ സ്വത്തോ ഭൂമിയോ ഒന്നുമല്ല, ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എനിക്ക് നൽകിയ മനുഷ്യനാണ് ജോസഫ് ഇടമറുക. ഞാൻ ചെറുപ്പം മുതലേ അദ്ദേഹത്തോടൊപ്പം പല പൊതുയോഗങ്ങളിലും പോയിട്ടുണ്ട്, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ആളുകളുമായി അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, അദ്ദേഹം ജനപ്രിയനാകാൻ ശ്രമിച്ചിരുന്നില്ല, ശരിയായിരിക്കാൻ മാത്രമാണ് ശ്രമിച്ചിരുന്നത്. ഇത് വളരെ വലിയ ഒരു വ്യത്യാസമാണ്. ജനപ്രിയത പലപ്പോഴും സത്യത്തെക്കാൾ എളുപ്പമാണ്, പക്ഷേ സത്യം പലപ്പോഴും ഏകാന്തത ആവശ്യപ്പെടും. ആ ഏകാന്തതയെയും ഒറ്റപ്പെടുത്തലിനെയും ഭയപ്പെടാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നീട് ഞാൻ പൊതുപ്രവർത്തനത്തിലേക്ക് വന്നു, യുക്തിവാദ പ്രസ്ഥാനത്തിലേക്ക് വന്നു, അന്ധവിശ്വാസങ്ങൾക്കെതിരായി സംസാരിച്ചു, അത്ഭുതങ്ങളുടെ പേരിൽ നടക്കുന്ന കാപട്യങ്ങളെ വെളിപ്പെടുത്തി, മതാധികാരികളെ ചോദ്യം ചെയ്തു, ചിലപ്പോൾ അതിൻ്റെ വിലയും കൊടുത്തു. കേസുകൾ വന്നു, ഭീഷണികൾ വന്നു, ആക്രമണങ്ങൾ വന്നു, രാജ്യാതിർത്തികൾ കടന്നുപോയ പോരാട്ടങ്ങൾ ഉണ്ടായി. പക്ഷെ ഞാൻ ഒരിക്കലും പൂർണ്ണമായും ഒറ്റയ്ക്കായിരുന്നില്ല. കാരണം എൻ്റെ പിന്നിൽ ഒരു മനുഷ്യനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛനെ കുറിച്ചുള്ള വിശ്വാസം. അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ച രീതിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം ഒരിക്കലും എന്നോട് ശ്രദ്ധിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരുന്നത് സത്യം പറയുമ്പോൾ ഭയപ്പെടരുത് എന്നായിരുന്നു. ഇന്ന് ഞാൻ പിന്നോട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നു, അത് ഒരു പിതാവിന്റെ ഉപദേശം മാത്രമായിരുന്നില്ല, ഒരു യുക്തിവാദിയുടെ ജീവിത ദർശനമായിരുന്നു. ഞങ്ങളുടെ ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം സൗഹൃദമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഞങ്ങൾ അച്ഛനും മകനും എന്നതിലുപരി ബൗദ്ധിക സഹയാത്രികരായി മാറി. ചില പുസ്തകങ്ങളെക്കുറിച്ച് ഞങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കുമായിരുന്നു. പലപ്പോഴും രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും, ചില പുതിയ ആശയങ്ങളെക്കുറിച്ച് വാദിക്കും. ചിലപ്പോൾ അദ്ദേഹം ജയിക്കും,
ചിലപ്പോൾ ഞാൻ ജയിക്കും. പക്ഷേ യഥാർത്ഥ വിജയി എല്ലായ്പ്പോഴും സത്യാന്വേഷണം തന്നെ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു പുതിയ ലേഖനം എഴുതിയാൽ ആദ്യം വായിക്കുന്നവരിൽ ഒരാൾ അദ്ദേഹമായിരുന്നു. ഒരു ആശയം മനസ്സിൽ വന്നാൽ ആദ്യം പങ്കുവയ്ക്കാൻ തോന്നിയ ആളുകളിൽ പ്രധാനി അദ്ദേഹമായിരുന്നു. ഒരു പ്രതിസന്ധി വന്നാൽ ആദ്യം ഓർമ്മയിൽ വരുന്നതും അദ്ദേഹത്തെ തന്നെയായിരുന്നു. കാരണം അദ്ദേഹം ഒരു അച്ഛൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം എൻ്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് ആയിരുന്നു. യുക്തിവാദം പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു ആശയമാണ്. ചിലർ കരുതുന്നത് അത് വെറും നിഷേധമാണെന്നാണ്. ചിലർ കരുതുന്നത് അത് മതവിരോധം മാത്രമാണെന്ന്. മറ്റു ചിലർ കരുതുന്നത് അത് നാസ്തികത മാത്രമാണെന്നാണ്. ഇടമറുക എന്നെ പഠിപ്പിച്ച യുക്തിവാദം അതൊന്നുമായിരുന്നില്ല. അത് മനുഷ്യ സ്നേഹമായിരുന്നു, അത് സ്വാതന്ത്ര്യമായിരുന്നു, അത് ബൗദ്ധിക സത്യസന്ധതയായിരുന്നു, അത് ഭയത്തിൽ നിന്നുള്ള മോചനം ആയിരുന്നു. അദ്ദേഹം മനുഷ്യനെ മതത്തെക്കാൾ വലുതായി കണ്ടു, ജാതിയേക്കാൾ വലുതായി കണ്ടു, വിശ്വാസത്തെക്കാൾ വലുതായി കണ്ടു. അദ്ദേഹത്തിന്റെ ചിന്തയുടെ കേന്ദ്രത്തിൽ മനുഷ്യനായിരുന്നു സർവപ്രധാനം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യുക്തിവാദം വെറും വിമർശനം അല്ലാതിരുന്നത്. അതൊരു മാനവിക ദർശനം ഉൾക്കൊണ്ട വിമർശനമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടവും അദ്ദേഹത്തിന്റെ മൂല്യങ്ങളോട് സത്യസന്ധമായിരുന്നു. മരണശേഷം ശരീരവും കണ്ണുകളും ദാനം ചെയ്യാനുള്ള തീരുമാനം അദ്ദേഹം നേരത്തെ തന്നെ എടുത്തിരുന്നു. ജീവിതം മുഴുവൻ ശാസ്ത്രത്തിനും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും സംസാരിച്ച മനുഷ്യൻ മരണശേഷവും ശാസ്ത്രത്തിനും മറ്റു മനുഷ്യർക്കും ഉപകാരപ്പെടണം എന്ന് ആഗ്രഹിച്ചു. അതിനായി എന്നെ തന്നെ അദ്ദേഹം ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്ത് പറയുമായിരുന്നു, എന്ത് അഭിപ്രായപ്പെടുമായിരുന്നു, എന്ത് ചോദ്യം ചോദിക്കുമായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നു, അദ്ദേഹം എൻ്റെ ചിന്തകളിൽ ഉണ്ട്, എൻ്റെ ചോദ്യങ്ങളിൽ ഉണ്ട്, എൻ്റെ എഴുത്തുകളിൽ ഉണ്ട്, എൻ്റെ പ്രസംഗങ്ങളിൽ ഉണ്ട്. ഞാൻ ഒരു അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ അദ്ദേഹമുണ്ട്. ഞാൻ ഒരു അധികാരത്തെ വെല്ലുവിളിക്കുമ്പോൾ അവിടെ അദ്ദേഹമുണ്ട്. ഞാൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സംസാരിക്കുമ്പോൾ അവിടെ അദ്ദേഹമുണ്ട്. ചില മനുഷ്യർ മരിക്കുന്നില്ല, അവർ മനുഷ്യരുടെ മനസ്സുകളിൽ തുടരുന്നു, അവർ ചിന്തകളായി തുടരുന്നു, അവർ പ്രചോദനങ്ങളായി തുടരുന്നു. ജോസഫ് ഇടമറുക് അത്തരമൊരു മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹം ഒരു അച്ഛനായിരുന്നു. കേരളത്തിന് അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു. നിരവധി മനുഷ്യർക്ക് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, സുഹൃത്തായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു വികാരമുണ്ട്, അഭിമാനം. അത്തരമൊരു മനുഷ്യന്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം, അദ്ദേഹത്തോടൊപ്പം നടക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം, അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം. ജോസഫ് ഇടമറുകിന്റെ ജീവിതം അവസാനിച്ചിരിക്കാം, പക്ഷേ അദ്ദേഹം തെളിച്ച വെളിച്ചം ഇന്നും കത്തുന്നുണ്ട്. അതിനെ അണയ്ക്കാൻ മരണത്തിന് പോലും കഴിഞ്ഞിട്ടില്ല. നന്ദി.